ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. ഈ സൂറത്തിൽ ആകെ 64 ആയത്തുകളാണുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 64 ആയത്തുകൾ മാത്രമുള്ള ഏക അധ്യായം ഇതാണ്. ഈ സൂറത്തിൻ്റെ പേര് അന്നൂർ എന്നാണ്. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. ഈ സൂറത്തിൻ്റെ 35-ാമത്തെ ആയത്തിൽ നൂർ എന്നുള്ള പദം വന്നിട്ടുണ്ട്. അള്ളാഹു നൂറു സമാവാത്തി വൽ അർദ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ. ആ ആയത്തിൽ നിന്നാണ് ഈ സൂറത്തിൻ്റെ പേര് കിട്ടിയത് എന്നതാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ഇറങ്ങിയ സൂറത്താണ്. അതായത് മദീനയിൽ വെച്ച് ഇറങ്ങിയ സൂറത്താണ്. അതുകൊണ്ട് ഇതിനെ മദനിയ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് മക്കയിലായിരുന്ന സമയത്ത് ഇറങ്ങിയ സൂറത്തുകളെ മക്കിയ എന്നാണ് പറയുക. ഈ സൂറത്ത് മദനിയ ആണ്. ഈ സൂറത്തിൽ 9 റുക്കൂഴുകളാണുള്ളത്. എന്താണ് റുക്കൂഴ് എന്നുള്ളത് നമുക്കറിയാം. മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം അവസാനിപ്പിച്ചതിന് ശേഷമാണ് റുക്കൂവിലേക്ക് പോയിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും ഓരോ പേജ് അല്ലെങ്കിൽ 2 പേജൊക്കെ ഓതി അങ്ങനെയാണ് റുക്കൂവിലേക്ക് പോവുക. പക്ഷേ മുൻകാല പണ്ഡിതന്മാർ ഒരു വിഷയം പൂർത്തിയാക്കിയിട്ടാണ് റുക്കൂവിലേക്ക് പോയിരുന്നത്. അങ്ങനെ അവർ റുക്കൂവിലേക്ക് പോയിരുന്ന ആ ഒരു സ്ഥലങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഐൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അത് എല്ലാ മുസ്ഹഫുകളിലും ആ അടയാളം കാണില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതുമല്ല. ഈ ഒരു സൂറത്തിൽ 9 റുക്കൂകളാണ് എന്ന് പറഞ്ഞല്ലോ. 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ ചേർന്നതാണ് ഒന്നാമത്തെ റുക്കൂഴ്. 11 മുതൽ 20 വരെയുള്ള ആയത്തുകൾ ചേർന്നതാണ് രണ്ടാമത്തെ റുക്കൂഴ്. 21 മുതൽ 27 വരെയുള്ള ആയത്തുകൾ ചേർന്നതാണ് മൂന്നാമത്തെ റുക്കൂഴ്. 28 മുതൽ 34 വരെയുള്ള ആയത്തുകൾ ചേർന്ന് നാലാമത്തെ റുക്കൂഴ്. 35 മുതൽ 40 വരെയുള്ള ആയത്തുകൾ ചേർന്ന് അഞ്ചാമത്തെ റുക്കൂഴ്. 41 മുതൽ 50 വരെയുള്ള ആയത്തുകൾ ചേർന്ന് ആറാമത്തെ റുക്കൂഴ്. 51 മുതൽ 57 വരെയുള്ള ആയത്തുകൾ ചേർന്ന് ഏഴാമത്തെ റുക്കൂഴ്. 58 മുതൽ 61 വരെയുള്ള ആയത്തുകൾ ചേർന്ന് എട്ടാമത്തെ റുക്കൂഴ്. 62 മുതൽ 64 വരെയുള്ള ആയത്തുകൾ ചേർന്ന് 9ാമത്തെ റുക്കൂഴ്. ഇങ്ങനെയാണ് ഇതിലെ റുക്കൂഴുകൾ തിരിച്ചിട്ടുള്ളത്. ഈ ഒരു സൂറത്ത് 18ാമത്തെ ജുസ്ഇൽ വരുന്ന സൂറത്താണ്. 18ാമത്തെ ജുസ്ഇൽ ഈ സൂറത്ത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള 23ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ മുഅ്മിനൂൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്ത് പിന്നീട് ഇതിന് ശേഷം വരുന്ന സൂറത്തുൽ ഫുർഖാനിൻ്റെ ചില ആയത്തുകളും വരുന്നുണ്ട്. അവയാണ് 18ാമത്തെ ജുസ്ഇലുള്ള സൂറത്തുകൾ. ഈ സൂറത്തിൻ്റെ അവതരണ കാലവുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല എങ്കിലും ചെറിയ രൂപത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹിജ്റ 6-ന് ശേഷമാണ് ഈ ഒരു സൂറത്ത് ഇറങ്ങിയത് എന്നുള്ളത് ഏറെക്കുറെ ഏകാഭിപ്രായമാണ്. അതായത് ബനുൽ മുസ്തലിഖ് യുദ്ധത്തിന് ശേഷം. എന്നാൽ അഹ്സാബ് യുദ്ധത്തിന് ശേഷമാണോ മുമ്പാണോ എന്നുള്ള കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെട്ടുള്ളത് ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൻ്റെ മുമ്പാണ് അഹ്സാബ് യുദ്ധം എന്നതാണ്. അതുകൊണ്ട് തന്നെ അഹ്സാബ് യുദ്ധത്തിനും ബനുൽ മുസ്തലിഖ് യുദ്ധത്തിനും ശേഷമാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. സൂറത്തുൽ മുനാഫിഖൂൻ്റെ വിശദീകരണത്തിൽ നമ്മൾ ഈ ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൻ്റെ മടക്ക സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന അതുകൊണ്ടുണ്ടായിരുന്ന ചില പ്രയാസങ്ങളുമൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒന്ന്, കപടവിശ്വാസികൾ ആ സമയത്ത് ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണം. ഇതൊക്കെ ആ ഒരു ബനുൽ മുസ്തലിഖ് യുദ്ധത്തിൻ്റെ മടക്കയാത്രയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ സൂറത്തിൽ ഒരുപാട് നിയമങ്ങളും കടമകളും ഒരുപാട് മനുഷ്യൻ്റെ ബാധ്യതകളുമൊക്കെ എടുത്തു പറയുന്ന സൂറത്താണ്. ഒരുപാട് നിയമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വവും സൃഷ്ടി മാഹാത്മ്യവും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ബാധിക്കുന്ന നിയമങ്ങൾ വെവ്വേറെയും കൂട്ടായും ഈ ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. എന്നാൽ താരതമ്യേന സ്ത്രീകളെ ബാധിക്കുന്ന നിയമങ്ങളാണ് കുറച്ചധികം പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പലപ്പോഴും ഈ സൂറത്ത് അധികമായി പഠിക്കാനും താല്പര്യപ്പെടാറുണ്ട്. പർദ്ദയുടെ വിധികൾ, അതായത് ഹിജാബ്, ആ ഒരു പർദ്ദയുടെ വിധികളൊക്കെ വരുന്നത് ഈ സൂറത്തിലും അതുപോലെ സൂറത്തുൽ അഹ്സാബിലും മാത്രമാണ്. ഈ സൂറത്തിൻ്റെ തുടക്കം സൂറത്തുൻ എന്ന് പറഞ്ഞിട്ടാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരേ ഒരു സൂറത്ത് ഇത് മാത്രമാണ്. ഈ സൂറത്തിൻ്റെ പേര് പോലെ തന്നെ സൂറത്തുൻ നൂർ എന്നാണല്ലോ, പ്രകാശം എന്നാണല്ലോ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ തരത്തിലുമുള്ള പ്രകാശം വീശുന്ന, ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഇരുട്ടിനെ ഒഴിവാക്കുന്ന, മനുഷ്യന് പ്രകാശം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണിത്.
ഉമർ റളിയല്ലാഹു അൻഹു കൂഫക്കാർക്ക് കത്തെഴുതിയ സമയത്ത് ആ കത്തിലെ ഒരു പരാമർശം ചില സ്വഹാബിമാരൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ അവിടെയുള്ള സ്ത്രീകൾക്ക് സൂറത്തു നൂർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇത് ചില സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസൊന്നുമല്ല. ഏതായാലും സൂറത്തു നൂറിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ഒരുപാട് നിയമങ്ങൾ അടങ്ങുന്നതാണ്. അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള നിയമമുണ്ട്, എന്നാൽ സ്ത്രീകൾക്കുള്ള നിയമമാണ് കുറച്ച് കൂടുതൽ. സൂറത്തുൽ മാഇദ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പുരുഷന്മാരെ ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ഇതുപോലെയുള്ള നിയമങ്ങൾ അടങ്ങിയ കുറേ സൂറത്തുകൾ കാണാൻ സാധിക്കും. ഈ സൂറത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് നിയമങ്ങൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് ഈ ഒരു സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്ത് ഇന്ന് ചർച്ച ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത് وأنزلنا فيها آيات بينات لعلكم تذكرون. ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ സൂറത്തുൻ എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു നാമപദമാണ്, ഇസ്മാണ്, ഒരു പേരാണ്. അപ്പോൾ ഒരു നാമപദം കൊണ്ട് തുടങ്ങുന്ന ഒരു വാചകത്തെ ജുംലത്തുൽ ഇസ്മിയ എന്നാണ് പറയാം. അങ്ങനെ ജുംലത്തുൽ ഇസ്മിയ അല്ലെങ്കിൽ നാമപദം കൊണ്ട് ഒരു വാചകം തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന പദത്തിന് വളരെ പ്രാധാന്യം ഉണ്ടാവും. സൂറത്തുൻ എന്ന് പറയുമ്പോൾ ഇതൊരു സൂറത്താകുന്നു. അപ്പോൾ ആ സൂറത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൻ്റെ സമയത്ത് നമുക്കതിലേക്ക് പോകാം. അപ്പോൾ സൂറത്തുൻ ഇതൊരു അധ്യായമാകുന്നു. വെറും സൂറത്ത് എന്ന് പറഞ്ഞാൽ അധ്യായം എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഒരു വാചകത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇതൊരു അധ്യായമാകുന്നു, അല്ലെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് എന്നൊക്കെ അർത്ഥം പറയാം. പ്രധാനപ്പെട്ട എന്നുള്ളതിൻ്റെ വാക്ക് അവിടെ ഇല്ലെങ്കിലും ആ ഒരു പദം കൊണ്ട് തുടങ്ങുന്നതുകൊണ്ട്, ആ ഒരു വാചകം സൂറത്തുൻ എന്നുള്ള പദം കൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ അതിന് തുടക്കത്തിലേ വെച്ചത്. അതുകൊണ്ട് അർത്ഥം പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സൂറത്താകുന്നു എന്ന രൂപത്തിലും അർത്ഥം പറയാം. അപ്പോൾ സൂറത്തുൻ ഇതൊരു അധ്യായമാകുന്നു, ഇതൊരു സൂറത്താകുന്നു, ഇതൊരു പ്രധാനപ്പെട്ട സൂറത്താകുന്നു. സൂറത്തുൻ എന്നുള്ള പദം 9 പ്രാവശ്യമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒരു പ്രാവശ്യം അതിൻ്റെ ബഹുവചന രൂപമായിട്ടുള്ള സൂറുൻ എന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ 10 പ്രാവശ്യം എന്ന് പറയാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂറത്തുൻ ഇതൊരു അധ്യായമാകുന്നു. അൻസൽനാഹ, നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ് അർത്ഥം. അൻസല ഇറക്കി എന്നാവും. ഇത് ചെറിയ സൂറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖദർ പഠിക്കുന്ന സമയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, അവിടെ നമ്മൾ ഈ ഒരു പദം പഠിച്ചതാണ്. അപ്പോൾ അൻസല ഇറക്കി, അത് മാളിയായ പദമാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു കാര്യം പറയാനാണ് അത് ഉപയോഗിക്കുക. മാളി അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്, ഭൂതകാല ക്രിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അൻസല ഇറക്കി. അതിൻ്റെ കൂടെ നാം ഇറക്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവസാനത്തിൽ ഒരു നാ എന്ന് ചേർക്കണം. അപ്പോൾ അൻസല എന്നുള്ളത് അൻസൽ എന്നാവും. അൻസൽ നാം ഇറക്കി, നാം അവതരിപ്പിച്ചു. ഹാ അതിനെ, അൻസൽ ഹാ നാം അതിനെ അവതരിപ്പിച്ചു. ഏതിനെ? തൊട്ട് മുമ്പ് പറഞ്ഞ സൂറത്ത് എന്നുള്ളതിനെ. അപ്പോൾ ആദ്യം തന്നെ തുടക്കം സൂറത്താണല്ലോ. അപ്പോൾ ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇതൊരു സൂറത്താകുന്നു, ഇതൊരു അധ്യായമാകുന്നു എന്ന് പറഞ്ഞിട്ട് അൻസൽ നാഹ നാം അതിനെ ഇറക്കി എന്ന് പറയുമ്പോൾ നാം ആ സൂറത്തിനെ ഇറക്കി, നാം ആ സൂറത്തിനെ അവതരിപ്പിച്ചു. വ ഫറദ് നാഹ ഇറക്കുക മാത്രമല്ല ചെയ്തത്, വാവ് അത്തിഫിൻ്റെ വാവാണ്. അത് മാത്രമല്ല ഇനി പറയുന്നതും എന്നർത്ഥത്തിൽ, ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്ന പോലെ. ഫറദ എന്ന് പറഞ്ഞാൽ നിയമമാക്കി, നടപടിക്രമമാക്കി, നിർബന്ധമാക്കി എന്നൊക്കെയാണ് ഫറദ. ഫറദ് നാം നിർബന്ധമാക്കി, നാം നിയമമാക്കി. ഹാ അതിനെ, ആ ഒരു സൂറത്തിനെ നാം നിയമമാക്കി എന്ന് പറഞ്ഞാൽ ആ സൂറത്തിലുള്ള കാര്യങ്ങളെ നാം നിങ്ങൾക്ക് നിയമമാക്കി എന്നർത്ഥം. അതിൻ്റെ മുമ്പിൽ വാവുണ്ട്, അത്തിഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അപ്പോൾ വ ഫറദ്നാഹ എന്ന് പറയുമ്പോൾ നാം അതിനെ നിയമമാക്കുകയും ചെയ്തു. ആ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാവ്. വ അൻസൽന വീണ്ടും വാവ്, അത്തിഫിൻ്റെ വാവാണ്. അൻസല ഇറക്കി അല്ലെങ്കിൽ അവതരിപ്പിച്ചു. അൻസൽന നാം അവതരിപ്പിച്ചു. വ അൻസൽന നാം അവതരിപ്പിക്കുകയും ചെയ്തു. ഫീ ഹാ, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ഹാ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്. ഫീ ഹാ അതിൽ അല്ലെങ്കിൽ ഇതിൽ, ആ സൂറത്തിൽ എന്നർത്ഥം. ഫീ ഹാ അതിൽ. അപ്പോൾ വ അൻസൽന ഫീ ഹാ അതിൽ നാം അവതരിപ്പിക്കുകയും ചെയ്തു. ആയാത്തിൻ, ആയത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആയാത്ത്. ആയത്തുൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ദൃഷ്ടാന്തം, വചനം എന്നൊക്കെയാണ്. അപ്പോൾ ആയാത്ത് എന്ന് പറയുമ്പോൾ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ.
ബയ്യിനാത്തിൻ എങ്ങനെയുള്ള ആയത്തുകളാണ്, എങ്ങനെയുള്ള വചനങ്ങളാണ്? ബയ്യിനാത്ത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ. അപ്പോൾ ആയാത്തിൻ ബയ്യിനാത്തിൻ വ്യക്തമായ വചനങ്ങൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, വ്യക്തമായ ലക്ഷ്യങ്ങൾ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അത് അവതരിപ്പിച്ചത്? ലഅല്ലക്കും തദക്കറൂൻ. ലഅല്ലക്കും നിങ്ങൾ ആയേക്കാം. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം, കും നിങ്ങൾ. ലഅല്ലക്കും നിങ്ങൾ ആകുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആയേക്കാം. എന്തായേക്കാം അല്ലെങ്കിൽ എന്താകുവാൻ വേണ്ടി? തദക്കറൂൻ. തദക്കറ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിച്ചു, ചിന്തിച്ചു, മനസ്സിലാക്കി എന്നൊക്കെയാണ് തദക്കറ. അതിൻ്റെ മുളാരി യതദക്കറു, തതദക്കറു എന്നൊക്കെയാണ്. യതദക്കറു എന്ന് പറയുമ്പോൾ അവൻ ആലോചിക്കുന്നു, അവൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവൻ ആലോചിക്കും, അവൻ ചിന്തിക്കും, അവൻ മനസ്സിലാക്കുന്നു, അവൻ മനസ്സിലാക്കും, അങ്ങനെയൊക്കെയുള്ള അർത്ഥം കിട്ടും യതദക്കറു. തതദക്കറു ആവുമ്പോൾ നീ ആലോചിക്കും, നീ ആലോചിക്കുന്നു, നീ ചിന്തിക്കും, നീ ചിന്തിക്കുന്നു. അത് ബഹുവചന രൂപത്തിൽ പറയുമ്പോൾ തതദക്കറൂൻ, നിങ്ങൾ ആലോചിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും. അവിടെ തതദക്കറൂൻ എന്നുള്ളിടത്ത് 2 താ ഉണ്ട് തുടക്കത്തിൽ. അങ്ങനെ 2 താ വരുന്ന സമയത്ത് അതിലെ ഒരു താവിനെ കളയാം, എന്നിട്ട് ഒരു താവ് മാത്രമാക്കിയിട്ട് നിലനിർത്താം. അങ്ങനെയാവുമ്പോൾ തദക്കറൂൻ എന്ന് വരും. ഒരു താവിനെ കളഞ്ഞതാണ്, ശരിക്കും അവിടെ ഒരു താവും കൂടെ ഉണ്ട്. അർത്ഥം അത് തന്നെ. തദക്കറൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ആലോചിക്കുന്നു, നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കുന്നു. ഈ താവിനെ കളയുക എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ഖദറിൽ ഇതേപോലെ വന്നിട്ടുണ്ട്. എങ്ങനെ? തനസ്സലുൽ മലായിക്കത്തു എന്നാണ് ശരിക്കും അവിടെ. പക്ഷേ നമ്മൾ തനസ്സലുൽ മലായിക്കത്തു എന്നാണല്ലോ അവിടെ നമ്മൾ പഠിച്ചത്. ആ സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു, അവിടെ ഒരു താഗ് കളഞ്ഞതാണെന്നുള്ള കാര്യം. ശരി, ഇവിടെ തതദക്കറൂൻ എന്നുള്ളതിലെ ഒരു താഗ് കളഞ്ഞ് തദക്കറൂൻ എന്നായി. അപ്പോൾ ലഅല്ലക്കും തദക്കറൂൻ എന്ന് ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ഉറ്റാലോചിക്കുന്നവർ ആയേക്കാം, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം. സൂറത്തുൻ അൻസൽനാഹ വ ഫറദ്നാഹ വ അൻസൽനാ ഫീഹ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ. ഇതൊരു പ്രധാനപ്പെട്ട അധ്യായമാകുന്നു. നാം ആകുന്നു ഇതിനെ അവതരിപ്പിച്ചത്, നാം ഇതിനെ നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ വ്യക്തമായ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ നാം അതിൽ ഇറക്കുകയും ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരാകാൻ വേണ്ടി. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തുടക്കം തന്നെ സൂറത്തുൻ എന്ന് പറയുമ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സൂറത്തിൻ്റെയും തുടക്കത്തിൽ ഇതുപോലെയുള്ള ഒരു തുടക്കം ഇല്ല. ഇതൊരു സൂറത്താകുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ സൂറത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു സൂറത്താകുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും സൂറത്തല്ലേ? ആണ്. പക്ഷേ ഇതൊന്ന് എടുത്തു പറയാണ്, അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട്. സൂറത്തുൻ, ഇതൊരു അധ്യായമാകുന്നു. എങ്ങനെയുള്ള അധ്യായമാണ്? അൻസൽനാഹ, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. വ ഫറദ്നാഹ, നാം അതിനെ നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. ആ സൂറത്തിൽ പറഞ്ഞ കാര്യങ്ങളെ നാം നിങ്ങൾക്ക് നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു ആമുഖം, ഇങ്ങനെ ഇത്രയും ഗൗരവത്തിലുള്ളൊരു ആമുഖം ഒരു സൂറത്തിൻ്റെയും തുടക്കത്തിലില്ല. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ വല്ലാത്ത ഒരു ഗൗരവമുള്ള ആമുഖമാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ആ സൂറത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം 1-ാമത്തെ ആയത്തിൽ തന്നെ പറയാണ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിയമമാക്കിയിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയുമ്പോൾ അർത്ഥം? ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ പല പല നിയമങ്ങളുണ്ടല്ലോ, പക്ഷേ ഇതിൽ ഒരുപാട് നിയമങ്ങൾ ഉൾക്കൊള്ളുന്നുകൊണ്ട് അത് അള്ളാഹു എടുത്തു പറയാണ്, ഞാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇതിൽ നിയമമാക്കിയിരിക്കുന്നു. നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിയമമാണ്, അത് അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇത് അള്ളാഹു അവതരിപ്പിച്ചൊരു കാര്യമാണ്, അള്ളാഹു നിയമമാക്കിയ കാര്യമാണ്, അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന നിയമങ്ങളാണ് ഇതിനകത്ത്. അത് എല്ലാവരും പാലിക്കൽ നിർബന്ധമാണ് എന്നർത്ഥം. 1-ാമത്തെ ആയത്തിൽ തന്നെ ആ ഒരു മുഖവുരയാണ് അള്ളാഹു കൊടുക്കുന്നത്. വളരെ വളരെ കൃത്യമായിട്ടുള്ള, വളരെ വളരെ നിർബന്ധപൂർവമുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു മുഖവുര. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിയമങ്ങളാണ്, നിങ്ങൾ അംഗീകരിക്കണം. വ അൻസൽനാ ഫീഹ ആയാത്തിൻ ബയ്യിനാത്ത്, ഇനി പല പല കൃത്യമായ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഞാൻ ഈ ഒരു സൂറത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, എന്തിനാണെന്നോ? നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആയത്തിൽ തന്നെ 3 പ്രാവശ്യം നാ എന്നുപയോഗിച്ചു.
ആ ഒരു ക്രിയയുടെ കൂടെ. അൻസൽനാ വ ഫറദ്നാ വ അൻസൽനാ. അവിടെയൊക്കെ ഈ നാ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നാം. അൻസൽന നാം അവതരിപ്പിച്ചു, വ ഫറദ്ന നാം നിയമമാക്കി, വീണ്ടും വ അൻസൽന നാം അവതരിപ്പിച്ചു. അപ്പോൾ ഓരോ പ്രാവശ്യം നാം നാം എന്ന് എടുത്തു പറയുന്നത് എന്തിനാ? അള്ളാഹുവാണ് ഇത് അവതരിപ്പിച്ചത്, മറ്റാരുടെ നിയമങ്ങളല്ല. ഇത് ഭൂലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഉണ്ടാക്കിയ നിയമങ്ങളല്ല. ഇത് പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള, നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും ഒന്നിച്ച് എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിൻ്റെ നിയമങ്ങളാണ്. നാം ആണിത് അവതരിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവർത്തിച്ച് പറയാണ്, നാം അവതരിപ്പിച്ച സൂറത്താണ്, നാം ആണിതിലെ നിയമങ്ങൾ നിങ്ങൾക്ക് നൽകിയത്. ഇത് മറ്റുള്ള പൊതു നിയമങ്ങളല്ല. ഇത് മറ്റുള്ള ആളുകൾ നിങ്ങളുടെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന നിയമങ്ങളല്ല. ഇത് അള്ളാഹു നൽകിയ നിയമങ്ങളാണ്, നാം നൽകുന്ന നിയമങ്ങളാണ്. എടുത്തു പറയാണ്. മാത്രമല്ല 2 പ്രാവശ്യം അൻസൽന എന്നുള്ളതും ആവർത്തിച്ചു, അവതരിപ്പിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഈ സൂറത്ത് അള്ളാഹു തന്നെ അവതരിപ്പിച്ചതാണ്, ഇത് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് വന്നതല്ല. വ അൻസൽന ഫീഹ ആയാത്തിൻ ബയ്യിനാത്ത്, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്, അതും അള്ളാഹു തന്നെ അവതരിപ്പിച്ചതാണ്. അപ്പോൾ യാതൊരു സംശയത്തിനും ഒരാൾക്കും ഇടയുണ്ടാവരുത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയുന്ന ഈ ഒരു സൂറത്തിൻ്റെ ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്ന ആ ഒരു കാര്യം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. എന്താണ് ആ ഭാഗത്ത് പറഞ്ഞത്? ലഅല്ലക്കും തദക്കറൂൻ. എന്തിനാണ് ഞാനിതൊക്കെ നൽകിയതെന്നറിയോ? നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലുള്ള ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ വെറുതെ നമ്മളങ്ങനെ പാരായണം ചെയ്ത് പോയാൽ അള്ളാഹു പറഞ്ഞ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തൂല. എന്തിനാണ് ഇതിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് അള്ളാഹു പറയാണ്, ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളത് ഉൾക്കൊള്ളണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അത് ആലോചിക്കണം, അത് മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങളത് ഉൾക്കൊള്ളണം. അങ്ങനെ ഇതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ തരുന്നത്. നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരായേക്കാം, അങ്ങനെ ആകുവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ പകർത്തുന്ന ആളുകളാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് അവതരിപ്പിക്കുന്നതെന്നർത്ഥം. പക്ഷെ പലപ്പോഴും അങ്ങനെ ആ തരത്തിൽ ഖുർആൻ പഠിക്കാതെ, ഖുർആൻ വെറുതെ പാരായണം ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ വെറുതെ മനഃപ്പാടമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്നതിനോ മനഃപ്പാടമാക്കുന്നതിനോ കൂലിയില്ല എന്നൊന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല കാര്യങ്ങൾ. അങ്ങനെ ഒരാൾ പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാടാക്കി, അയാളുടെ ജീവിതത്തിൽ അതിനെപ്പറ്റി ഒന്നുമില്ല, അയാൾ അത് പഠിച്ചിട്ടുമില്ല. എന്താണ് ആ മനഃപ്പാടമാക്കിയ കാര്യം അയാൾക്ക് അറിയ പോലും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ ഹാഫിദാണെന്നൊക്കെ പറയും, ഹാഫിദാണ്, പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അയാൾക്കറിയില്ല. അയാളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. ആ ഒരു മനഃപ്പാടമാക്കിയതിൻ്റെ കൂലി അതുകൊണ്ട് മാത്രമേ അയാൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അതേപോലെ ചില ആളുകൾ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുക. അപ്പോൾ വെറുതെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്ന ആശയങ്ങൾ, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മറിച്ച് നമ്മൾ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ വെറുതെയുള്ളൊരു പാരായണം കൊണ്ട് കാര്യമില്ല, അതുകൊണ്ടുള്ള കൂലി കൊണ്ട് മാത്രം നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. മറിച്ച് എന്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം, അതിൻ്റെ അർത്ഥവും വിശദീകരണവും പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഖുർആൻ മനഃപ്പാടമാക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് അവർക്ക് ആ ഒരു പ്രായത്തിലാണ് ഖുർആൻ മനഃപ്പാടമാക്കാൻ ഏറ്റവും നല്ലത്. ഒരു 12 വയസ്സിൻ്റെയൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഖുർആൻ മനഃപ്പാടമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ സമയത്ത് അവർ മനഃപ്പാടാക്കട്ടെ. പക്ഷേ അതിൽ നിർത്തരുത്. അതിനുശേഷം ആ മനഃപ്പാടമാക്കിയവയുടെ അർത്ഥവും ആശയവും ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടാവണം. അതല്ലാതെ വെറും ഒരു മനഃപ്പാടമാക്കിയ അവസ്ഥയിൽ അവരുടെ പഠനം, ഖുർആൻ പഠനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു മെമ്മറി കാർഡിൽ സൂക്ഷിച്ച ഖുർആൻ പോലെ ഉണ്ടാവുള്ളൂ. ആ കുട്ടിയിൽ കാര്യമായിട്ട് മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ഈ സൂറത്തിൽ, ഈ ആയത്തിൽ കൃത്യമായിട്ട് പറയാണ്, ഇതിനകത്ത് ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്, പല കാര്യങ്ങളും പല ദൃഷ്ടാന്തങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചൊക്കെ, അള്ളാഹു നൽകിയ തെളിവുകളെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരായേക്കാം. അങ്ങനെ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളത് പകർത്തും എന്നർത്ഥം. നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. സൂറത്തുൻ അൻസൽനഹ, സൂറത്തുൻ, അതിൻ്റെ അവസാനത്തിലൊരു തൻവീന് വന്നില്ലേ, സൂറത്തുൻ അൻ എന്നുള്ള ശബ്ദം. അതിനുശേഷം വരുന്ന അക്ഷരം ഏതാണ്? ഹംസയാണ്. ഹംസയുടെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ അവിടെ ഇൽഹാറാണ് നിയമം, എന്ന് പറഞ്ഞാൽ വെളിവാക്കണം. അപ്പോൾ സൂറത്തുൻ എന്നുള്ളിടത്ത് എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഇൽഹാർ എന്ന് പറയാം.
അവിടെ ആ തെൻവീൻ എഴുതിയത് തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ ഒരു കൊളുത്ത് അങ്ങോട്ടും ഒരു കൊളുത്ത് ഇങ്ങോട്ടും, രണ്ട് കൊളുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട രൂപത്തിലുണ്ടാവും. അല്ലെങ്കിൽ ഒരു വലിയ കൊളുത്തിൻ്റെ താഴെ ചെറിയൊരു കൊളുത്തിട്ടുണ്ടാവും. ഈ രണ്ട് രൂപത്തിൽ എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഇൽഹാറാണ് നിയമം. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ, ഇൽഹാർ അല്ലാത്ത മറ്റെല്ലാ സന്ദർഭങ്ങളിലും മദീന മുസ്ഹഫിലും ഉസ്മാനി ലിപിയിലും ഒക്കെ ഒരു കൊളുത്ത് അതിൻ്റെ താഴെ മറ്റൊരു കൊളുത്ത് വേറെ വേറെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇൽഹാറാണ് നിയമം എന്നുള്ളത് ആ എഴുത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ സൂറത്തുൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. സൂറത്തുൻ. അൻസൽന, അൻസൽന എന്ന് പറയുമ്പോൾ സായിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അപ്പോൾ ആ സുക്കൂനുള്ള നൂന് സായിൻ്റെ മുമ്പ് വന്നതുകൊണ്ട് അതിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കിയിട്ടാണ് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ എന്ന് കേൾക്കൂല. അൻസൽന, അൻ എന്ന് പറയില്ല, അൻസൽന എന്ന് പറയില്ല, അൻസൽന. അങ്ങനെ പറയുമ്പോൾ ആ നൂനിന് ഒരു പുള്ളി മാത്രമേ അവിടെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഇൽഹാറിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രമാണ് ആ പുള്ളിക്ക് പുറമേ ആ സുക്കൂനിൻ്റെ അടയാളം കൂടെ കൊടുക്കുകയുള്ളൂ. ഇവിടെ ഒരു പുള്ളി മാത്രം, ആ നൂനിൻ്റെ പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഇൽഹാർ അല്ലാത്ത മറ്റെന്തോ നിയമമാണ്. അപ്പോൾ ഇവിടെ അൻസൽന, അൻസൽനാഹ വ ഫറദ്നാഹ വ അൻസൽന, വീണ്ടും അതേ കാര്യം വന്നു. വ അൻസൽന ഫീഹാ ആയാത്തിൻ. ഫീഹാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ എന്നുള്ള ഒരു നീട്ടലുണ്ടല്ലോ, ആ നീട്ടലിന് ശേഷം വരുന്ന അക്ഷരം ഏതാണ്? ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നു. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ, നീട്ടലിന് ശേഷം ഹംസ വന്നു. അങ്ങനെ നീട്ടലിന് ശേഷം ഹംസ കണ്ടാൽ നമ്മൾ നോക്കണം രണ്ടും ഒരേ പദത്തിലാണോ അതല്ല വ്യത്യസ്ത പദങ്ങളിലാണോ. ഏത്, ഈ മദ്ദും ഹംസയും ഒരേ പദത്തിലാണോ അതോ വ്യത്യസ്ത പദങ്ങളിലാണോ? ഇവിടെ നോക്കുക, ഫിഹാ എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിലാണ് മദ്, ആയാത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ. അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും രണ്ടും ഒരേ പദത്തിലല്ല, വ്യത്യസ്ത പദങ്ങളിലാണ്. അങ്ങനെ വ്യത്യസ്ത പദങ്ങളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ അവിടെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമില്ല. ഈ 4 or 5 എന്ന് പറയാൻ കാരണം ചില പണ്ഡിതന്മാരൊക്കെ 4 എന്നും മറ്റു ചിലർക്കൊക്കെ 5 എന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് 4 or 5 എന്ന് പറയുന്നത്. അപ്പോൾ 4 or 5 അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ഹർക്കത്തുകളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം, നിർബന്ധമല്ല. അവിടെ നിർബന്ധമായിട്ട് നീട്ടേണ്ടതില്ല. അവിടെ 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടിയാലും കുഴപ്പമില്ല, 2നേക്കാൾ താഴെ ആകുമ്പോൾ ദൈർഘ്യമാവില്ലല്ലോ. അപ്പോൾ 2, 3, 4, 5 ആ രൂപത്തിൽ ഏത് ദൈർഘ്യവും ആവാം. ഫിഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ. ആയാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തിൻ, അവിടെ കെസ്ർ തൻവീനാണ് ശരിക്ക്. ആ കെസ്ർ തൻവീന് ശേഷം വരുന്ന അക്ഷരം ഏതാണ്? ബയ്യിനാത്തിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ബ ആണ്. അപ്പോൾ ബാഇൻ്റെ മുമ്പ് തൻവീന് വന്നു. ബാഇൻ്റെ മുമ്പ് തൻവീനോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനോ വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ എൻ എന്നുള്ളതിന് പകരം മീമിൻ്റെ ശബ്ദം, അതായത് എന്നുള്ള ശബ്ദമാക്കി മാറ്റിമറിക്കണം. അങ്ങനെ ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരമാക്കി മാറ്റിമറിക്കുന്നതിന് ഇഖ്ലാബ് എന്നാണ് പറയാം. നമ്മൾ സാധാരണ ഖൽബ് എന്ന് പറയില്ലേ ഹൃദയത്തിന്, ഖൽബ്. ഖൽബ് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? മാറ്റിമറിക്കുന്നത് അല്ലെങ്കിൽ മാറി മറിയുന്നതാണ്. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഖൽബ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇഖ്ലാബ് അതിൽ നിന്നുണ്ടായ പദം തന്നെയാണ്. ഇഖ്ലാബ്, മാറ്റിമറിക്കൽ. അപ്പോൾ ഇവിടെ ആയാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തിൻ, തെൻവീനാണ്. നൂനിൻ്റെ ശബ്ദമാണ് ശരിക്കും പുറത്തേക്ക് വരിക. ആയാത്തിൻ, എൻ എന്നുള്ള ശബ്ദമാണ് വരിക. പക്ഷേ ശേഷം വരുന്ന അക്ഷരം ബ ആണ്, ബയ്യിനാത്ത് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ബ. അങ്ങനെയാവുമ്പോൾ ആ ആയാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള എൻ എന്നുള്ളതിന് പകരം ആയാത്തിം, മീമിലേക്കാണ് പോവുക. ഒരു സാവകാശമുള്ള മീമ്, അതിനെ ഇഖ്ഫാഓട് കൂടിയുള്ള മീം എന്നൊക്കെ പറയും. അതായത് അവിടെ നമ്മൾ ആദ്യേ ചുണ്ട് കൂട്ടുന്നതിന് പകരം ചെറിയൊരു വിടവ് കൊടുക്കുക ചുണ്ടിൻ്റെ ഇടയിൽ, എന്നിട്ട് അവസാനം ബാ പറയാൻ വേണ്ടി ചുണ്ട് നന്നായിട്ട് കൂട്ടുക. അപ്പോൾ ആയാത്തിൻ ബയ്യിനാത്തിൻ, അവിടെ ആ തൻവീനിൻ്റെ 2 വരകൾ ഇടുന്നതിന് പകരം, കെസ്ർ തൻവീനാകുമ്പോൾ 2 വരകൾ വേണമല്ലോ, ആ 2 വരകൾക്ക് പകരം ഒരു വര ഇട്ടിട്ട് രണ്ടാമത്തെ വര ഇടാതെ അവിടെ ഒരു മീമ്, വാല് താഴേക്കുള്ള മീം ഇട്ടുണ്ടാവും. അങ്ങനെ ആ വാല് താഴേക്കുള്ള മീം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഇഖ്ലാബാണ് നിയമം. ഒരു വാല് നേരെയുള്ള പരന്നു കിടക്കുന്ന ഒരു മീമുണ്ട്, അവിടെ വഖഫ് നിർത്തണം എന്നുള്ള നിയമമാണ്. പക്ഷേ വാല് താഴേക്കുള്ള മീം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇഖ്ലാബാണ്, അതായത് നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കുക. അപ്പോൾ ആയാത്തിൻ ബയ്യിനാത്തിൻ എന്ന് പറയില്ല, ആയാത്തിം ബയ്യിനാത്തിൻ, ആയാത്തിം മീമിലേക്കാണ് അവിടെ പോകേണ്ടത്. ബയ്യിനാത്തിൻ അതിൻ്റെ അവസാനത്തിലും തൻവീനുണ്ട്, ബയ്യിനാത്തിൻ തൻവീനുണ്ട്. അതിനുശേഷം വരുന്ന അക്ഷരേത ആ ബയ്യിനാത്തിൻ എന്ന് കഴിഞ്ഞിട്ട് ലഅല്ലക്കും എന്നുള്ളതിലെ ലാമാണ്. ലാമിൻ്റെയോ റാഇൻ്റെയോ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ വന്നാൽ ആ നൂനിൻ്റെ ശബ്ദത്തെ, തൻവീനിൽ നൂനിൻ്റെ ശബ്ദമുണ്ട്, പിന്നെ സുക്കൂനുള്ള നൂനാണെങ്കിൽ അത് നൂന് തന്നെ, ആ ഒരു നൂനിനെ അല്ലെങ്കിൽ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ ലാമിലേക്ക് മുഴുവനായിട്ട് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല.
അതിന് പറയുന്ന പേര് ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ്. മണിക്കാതെ ലയിപ്പിക്കുക. അപ്പോൾ ആ നൂനിനെ പറയേയില്ല, പകരം ലാമിന് ഷദ്ദ് കിട്ടിയ രൂപത്തിലുണ്ടാവും. അപ്പോൾ ബയ്യിനാത്തി എന്ന് പറഞ്ഞിട്ട് ലാമിന് ഷദ്ദ് കൊടുത്തു നോക്കൂ, ബയ്യിനാത്തിൽ ലഅല്ലക്കും, ബയ്യിനാത്തിൽ ലഅല്ലക്കും, അല്ലാതെ ബയ്യിനാത്തിൻ ലഅല്ലക്കും എന്നല്ല. തദക്കറൂൻ, അവസാനത്തെ നൂനിന് നമ്മളവിടെ പാരായണം നിർത്തുകയാണ്, ആയത്ത് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ആയത്ത് അവസാനിക്കുന്ന ആ ഒരു അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. എപ്പോഴും സുക്കൂനല്ല, മദ് എഴുപതൊക്കെ വേറെ വരുന്നുണ്ട്, അത് നമുക്ക് ആ സമയത്ത് പറയാം. ഫത്തഹ് തൻവീനൊക്കെ ആണെങ്കിൽ ഫത്തഹ് ആക്കിയിട്ട് 2 അക്ഷരം നീട്ടുക ചെയ്യുക, അതാണ് മദ് എഴുപത്. ഇവിടെ നമുക്ക് ഒരു ഫത്തഹുള്ള ഒരു അക്ഷരമായതുകൊണ്ട് അതിനെ നമുക്ക് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. അപ്പോൾ തദക്കറൂന എന്നാണ് അവിടെ എഴുതിയത്, അത് തദക്കറൂൻ അവസാനത്തിൽ എൻ എന്ന് പറഞ്ഞിട്ട് സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. അപ്പോൾ നമ്മളായിട്ട് സുക്കൂന് കൊടുത്തതാണ്, അവിടെ ശരിക്കും സുക്കൂനില്ല. അങ്ങനെ നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുന്ന ഒരു അക്ഷരത്തിൽ പാരായണം അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പൊരു നീട്ടലാണെങ്കിൽ ആ നീട്ടലിനെ മദ് ആരിദ് എന്നാണ് പറയുക. അതിന് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അപ്പോൾ ഇവിടെ തദക്കറൂൻ, ആ റൂ എന്നുള്ളത് 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം, നിർബന്ധമില്ല. 2 മുതൽ 6 വരെയുള്ള ഏത് ദൈർഘ്യവും ആവാം. അപ്പോൾ നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത് വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ സൂറത്തുൻ അൻസൽനാഹ, അൻസല എന്നുള്ളത് ഒരു ഫിഅലാണ്, ഒരു ക്രിയയാണ്, ഒരു വെർബാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയ അല്ലെങ്കിൽ വെർബ്. ആ അൻസല എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു നാ എന്ന് ചേർക്കണം. മാളിയായ പദത്തിൻ്റെ കൂടെ ഒരു ലമീർ ചേർക്കുമ്പോൾ, ലമീർ എന്ന് പറഞ്ഞാൽ പ്രോനൗണ് അല്ലെങ്കിൽ സർവ്വനാമം എന്നൊക്കെ പറയാം. നമ്മൾ ഒരാളുടെ പേര് പല പ്രാവശ്യം പറയുന്നതിന് പകരം ആ ആളുടെ പേര് പറഞ്ഞിട്ട് പിന്നെ അവൻ അല്ലെങ്കിൽ അവൾ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അത് എന്ന് പിന്നെ പറയും. ഒരു പ്രാവശ്യമൊക്കെ ആളുടെ പേര് പറയുള്ളൂ, പിന്നെ അവൻ അവൻ അല്ലെങ്കിൽ അവൾ അവൾ എന്നൊക്കെ പറയും. അങ്ങനെ ഒരാളുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ ഒക്കെ പേര് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന നാമത്തെയാണ് സർവ്വനാമം എന്ന് പറയാം, പ്രോനൗൺ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നാ എന്നുള്ളതൊരു സർവ്വനാമമാണ് അല്ലെങ്കിൽ പ്രോനൗണാണ്, ലമീറാണ്. അങ്ങനെ ഒരു ലമീറിനെ ഒരു മാളിയായ പദത്തിൻ്റെ കൂടെ ചേർക്കുമ്പോൾ, മാളിയായ പദം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുത്തിട്ടാണ് ചേർക്കുക. ഇപ്പോൾ ഖലഖ എന്നുള്ളതിൻ്റെ കൂടെ നാ എന്ന് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഖലഖ നാ എന്നല്ല പറയാം, ഖലഖ് നാ എന്നാ പറയാം. തൂ എന്ന് ചേർക്കണമെങ്കിൽ ഖലഖത്തു എന്നല്ല ഖലഖ്തു എന്നാ പറയാം. തൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ അൻസല എന്നുള്ളതിൻ്റെ കൂടെ നഹ്നു എന്ന് ചേർക്കുന്നതിന് പകരം, നഹ്നു എന്നുള്ളത് ലമീറാണ്, പക്ഷേ അത് വേറിട്ട് നിൽക്കുന്ന ലമീറാണ്. വേറൊന്നിൻ്റെ കൂടെ ചേർക്കുമ്പോൾ നഹ്നു എന്നല്ല ചേർക്കുക, നാ എന്നാ ചേർക്കുക. ആ നഹ്നു എന്നുള്ളതും നാ എന്നുള്ളതും ഒരേ അർത്ഥത്തിലാണ്. അപ്പോൾ അൻസല നഹ്നു എന്ന് എഴുതുന്നതിന് പകരം അൻസൽന എന്നാണ് പറയാം, നാം അവതരിപ്പിച്ചു. ഹ അതിനെ. അപ്പോൾ ഇവിടെ എന്താണ് ക്രിയ? അൻസല എന്നുള്ളതാണ് ക്രിയ. ആരാണത് ചെയ്തത്? നാം എന്നുള്ള ആ ഒരു നാ എന്നുള്ളതാണ് അവിടെ ആ ക്രിയ ചെയ്തത്. ആരാണത് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ നാ എന്നുള്ളതാണ്, അള്ളാഹുവാണ്. അപ്പോൾ അവിടെ നാ എന്നുള്ളത് അള്ളാഹുവിനെ സൂചിപ്പിക്കാൻ വേണ്ടി നാ എന്ന് ഉപയോഗിക്കും. നാം സൃഷ്ടിച്ചു എന്നാണ് പറയാം. അത് കുറേ ആളുകളുള്ളത് കൊണ്ടല്ല, മറിച്ച് നാ എന്ന് പറയുമ്പോൾ ആ ഒരു മഹാത്മ്യം, ആ ചെയ്ത ആളുടെ പ്രൗഢിയും മഹാത്മ്യവും സൂചിപ്പിക്കും. നാം അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ബഹുവചന രൂപത്തിൽ പറഞ്ഞതല്ല. ഇവിടെ ആ നാ എന്നുള്ളതാണ് കർത്താവ് അല്ലെങ്കിൽ ക്രിയ ചെയ്ത ആൾ. ക്രിയ ചെയ്ത ആളെയാണ് കർത്താവ് അല്ലെങ്കിൽ ഫാഇൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫാഇൽ കർത്താവ് നാ എന്നുള്ളതാണ്. ഇനി എന്തിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്? അല്ലെങ്കിൽ അൻസല ഇറക്കി, എന്തിനെയാണ് ഇറക്കിയത്? ഹാ അതിനെ. അപ്പോൾ ഹാ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിഹി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്നൊക്കെ പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ളത് ക്രിയ ചെയ്ത ആളാണ്, ആ പണി ചെയ്ത ആളാണ്. കുടിച്ചു എന്നുള്ളത് ക്രിയയാണ്. ചായ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ കർമ്മമാണ്. ഇതേപോലെ അൻസൽനാഹ നാം അതിനെ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നാം എന്നുള്ളത് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർത്താവാണ്, ഫായിലാണ്. അൻസല എന്നുള്ളത് ക്രിയയാണ് അല്ലെങ്കിൽ ഫിയലാണ്, വെർബാണ്. ഹ എന്നുള്ളത് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർമ്മമാണ്, മഫ്ഊലും ബിഹിയാണ്. ഈ മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടാണ് കൊടുക്കുക. പക്ഷേ ഹ എന്നുള്ളതിന് ഇപ്പോൾ അവിടെ ഫത്ത് കൊടുത്തത് അത് മഫ്ഊലും ബിഹി ആയതുകൊണ്ടൊന്നുമല്ല, അതിന് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു മബിനിയായ പദം എന്ന് പറയും. അപ്പോൾ അവിടെ അത് മഫ്ഊലും ബിഹിയുടെ സ്ഥാനത്താണെന്ന് പറയാം.
ഇനി വ ഫറദ്നാഹ എന്നെടുത്താലും ഇപ്പോൾ ഈ പറഞ്ഞ ഇതേ നിയമമാണ്. ഫറദ എന്നുള്ളത് ഫിയലാണ് അല്ലെങ്കിൽ ക്രിയയാണ്, വെർബാണ്. നാ എന്നുള്ളതാണ് ഫാഇൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ കർത്താവ്. ഹാ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹി. അതുപോലെ തന്നെ ഈ കർത്താവ് എന്ന് പറഞ്ഞില്ലേ ഫാഇൽ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എപ്പോഴും റഫ് കിട്ടിയ രൂപത്തിലാണ് ഉണ്ടാവുക. ഇപ്പോൾ അവിടെ നാ എന്നുള്ളത് റഫിൻ്റെ സ്ഥാനത്താണ്. സാധാരണ റഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ലമ്മാണ് ഓർമ്മ വരിക, പക്ഷേ എപ്പോഴും അത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നാ എന്നുള്ളത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം, അത് ഫായിലായതുകൊണ്ട്. ഇനി വ അൻസൽന എന്നുള്ളത് അൻസല വീണ്ടും വന്നു, അത് ക്രിയയാണ്. നാ എന്നുള്ളത് ഫായിലാണ്. ഇവിടെ എന്താണ് മഫ്ഊലുൻ ബിഹി? വ അൻസൽന, അവിടെ ഹാ എന്ന അവസാനം വന്നിട്ടില്ല. നാം അവതരിപ്പിക്കുകയും ചെയ്തു. എന്ത്? ആയാത്തിൻ. അപ്പോൾ ആയാത്ത് എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി. ഈ ആയാത്തിൻ എന്നുള്ള പദം മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് അതിന് നെസ്ബായിരിക്കണമല്ലോ. എന്തായാലും മഫ്ഊലുൻ ബിഹിക്ക് നെസ്ബല്ലേ. പക്ഷേ ഇവിടെ സാധാരണഗതിയിൽ നെസ്ബ് എന്ന് പറയുമ്പോൾ ഫത്തഹോ ഫത്തഹ് തൻവീനോ ആണ് നമ്മുടെ മനസ്സിൽ പോവുക. പക്ഷേ ഇവിടെ ആയാത്തിൻ കസ്ർ തൻവീനാണ് വന്നത്. ഈ അലിഫും താവും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ പദങ്ങൾക്ക് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നാലും ജെറ് കൊടുക്കേണ്ട സന്ദർഭങ്ങൾ, ജെറ് എന്ന് പറഞ്ഞാൽ സാധാരണ കസ്റുണ്ടോ കസ്ർ തൻവീനോ ഉണ്ടോ കൊടുക്കുന്നതാണ്. അപ്പോൾ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നാലും ജെറ് കൊടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നാലും അത് കസ്ർ കൊണ്ടാണ് അല്ലെങ്കിൽ കസ്ർ തൻവീൻ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ ശരിക്ക് വ അൻസൽന നാം അവതരിപ്പിക്കുകയും ചെയ്തു ആയാത്തൻ എന്ന് പറയാനാണ് തോന്നുക. കാരണം അതിന് നെസ്ബ് കിട്ടണം. നെസ്ബ് എന്ന് പറയുമ്പോൾ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടാണ്. പക്ഷേ ആയാത്തൻ എന്ന് പറയുന്നത് തെറ്റാണ്. ആയാത്തൻ എന്ന് ചേരൂല. ആയാത്ത് എന്നുള്ള ആ ഒരു ബഹുവചന രൂപത്തിന് ആയാത്തിൻ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭം വന്നപ്പോൾ കസ്ർ കൊണ്ടാണ് അല്ലെങ്കിൽ കസ്ർ തൻവീൻ കൊണ്ടാണ് ആ നെസ്ബിനെ സൂചിപ്പിച്ചത്. അപ്പോൾ ആയാത്തിൻ എന്നുള്ളതിന് നെസ്ബ് തന്നെയാണ് കിട്ടിയത്, പക്ഷേ അത് കസ്ർ തൻവീൻ കൊണ്ടാണ് അതിനെ നെസ്ബിനെ സൂചിപ്പിച്ചത്. അലിഫും താവും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള അങ്ങനെയാണ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വജ്ഹത്ത് ഓതുമ്പോൾ ഫത്തറ സമാവാത്തി വൽ അർള, ഫത്തറ സമാവാത്ത എന്നല്ലല്ലോ, ശരിക്കും അവിടെ ഫത്തറ സമാവാത്ത എന്ന് എഴുതേണ്ട സന്ദർഭമാണ്. പക്ഷേ അവിടെ ഫത്തറ സമാവാത്തി എന്ന് എഴുതാൻ കാരണം ആ ഒരു സമാവാത്തിന് ഫത്തഹ് ചേരൂല, അതുകൊണ്ടാണ്. എന്നാൽ വൽ അർദ എന്നാണ്, അവിടെ ഫത്തറ സമാവാത്തി വൽ അർലി എന്നല്ല, ഫത്തറ സമാവാത്തി വൽ അർദ എന്നാണ്. അപ്പോൾ അർദിന് ഫത്തഹ് ചേരും, സമാവാത്തിന് ഫത്തഹ് ചേരൂല. ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. ആയാത്തൻ എന്ന് പറയില്ല, അതുകൊണ്ട് ആയാത്തിൻ എന്നെഴുതി. ഇനി ആയാത്ത് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ബയ്യിനാത്ത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. നഅത്ത് അല്ലെങ്കിൽ സിഫത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ആയാത്തിനെ വിശേഷിപ്പിക്കുന്ന സിഫത്താണ് ബയ്യിനാത്ത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. അതായത് ഒന്നിന് നെസ്ബാണെങ്കിൽ മറ്റേതിനും നെസ്ബായിരിക്കും, ഒന്നിന് മുമ്പിൽ അലിഫ്ലാം ഉണ്ടെങ്കിൽ മറ്റേതിൻ്റെ മുമ്പിലും അലിഫ്ലാം ഉണ്ടാവും. ആ രൂപത്തിൽ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ആയാത്തിൻ ബയ്യിനാത്തിൻ ഒന്നൊന്നിനെ വിശേഷിപ്പിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.